നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജയം തോൽവി ഒക്കെ സ്വാഭാവികമാണ്. കാരണം പ്ലസ് ടുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കഴിഞ്ഞ വർഷം ഏതാണ്ട് 1.25 ലക്ഷം പേരോളം പ്ലസ് ടുവിൽ തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അന്നേരം തോൽവി ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു പരീക്ഷ കഴിയുമ്പോൾ നമുക്കറിയാം, ഏകദേശം ഉറപ്പിക്കാൻ ചിലവർക്ക് നമ്മളിത് എഴുതിയിട്ടില്ല, നമ്മൾ ഫെയിലാകും എന്നുള്ളവർ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇപ്പം പ്ലസ് ടു ഇപ്പം സേ എഴുതി കുറേ വട്ടം സേ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ ഈ വട്ടം സേ എഴുതിയത് ശരിയായില്ലെങ്കിൽ ഇനി നമുക്ക് കിട്ടുന്ന ഏറ്റവും സുവർണ അവസരം എന്ന് പറയുന്നത് മെയിൽ റിസൾട്ട് വന്നിട്ട് ഒറ്റ മാസം കിട്ടത്തുള്ളൂ. ഒറ്റ മാസം, ഒരു മാസം കഴിഞ്ഞാൽ ജൂണിൽ നിങ്ങൾക്ക് പരീക്ഷയാണ്. ഇപ്പോൾ ഏപ്രിൽ പകുതി ആയതേ ഉള്ളൂ. നമുക്ക് ഉറപ്പുള്ളവർ മാത്രം, ഞാൻ എടുത്തു പറയുന്നത് ഉറപ്പുണ്ട് നമുക്ക് കിട്ടത്തില്ല, വിഷയം കിട്ടത്തില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കുക, നല്ലതുപോലെ പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജൂണിൽ കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു വർഷം പിന്നീട് നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. ഇപ്പോൾ മൊത്തം അടുത്ത വർഷം ഫുള്ള് ടെക്സ്റ്റ് മാറ്റുകയാണ്, സിലബസേ മാറ്റുകയാണ്. മൊത്തത്തിൽ ടെക്സ്റ്റ് മാറ്റുന്നത് ഏകദേശം ഉറപ്പായി കഴിയും. അന്നേരം മൊത്തത്തിലുള്ള അടിപൊളി മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എഴുതിയ കുട്ടികളാണെങ്കിൽ, എഴുതിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങുക. കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനുവേണ്ടിയുള്ള ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞായിരുന്നു ഇതുപോലുള്ള സമയത്ത്. കാരണം അത് ഒരുപാട് കുട്ടികൾക്ക് ഗുണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഉറപ്പുള്ളവർ നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, വളരെ ചുരുങ്ങിയ ഫീസ്, പക്ഷേ നിങ്ങൾക്ക് ജൂണിൽ പരീക്ഷയ്ക്ക് നല്ല ഗംഭീരമായിട്ട് തയ്യാറെടുക്കാം. ഒരു ടെൻഷൻ വേണ്ട. പുത്തനായിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സിന് നിങ്ങളെ ബാധിക്കത്തില്ല. എല്ലാ അഡ്മിഷനും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നഷ്ടമാകത്തില്ല ഒരു കോഴ്സുകളും. അന്നേരം അങ്ങനെയുള്ളവർ നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് കൃത്യമായിട്ട് ഇട്ടേക്ക്. അത് സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും. എന്തായാലും ഉറപ്പ് വരുത്തിയ ശേഷം നിങ്ങൾ ഉറപ്പായിട്ട് മെസ്സേജ് ഇട്ടേക്കുക. ഉറപ്പായിട്ട് നമ്മൾ ക്ലാസ്സുകൾ അടുത്ത ആഴ്ച തന്നെ തുടങ്ങും. ഒരു ടെൻഷൻ വേണ്ട. ജൂണിൽ നിങ്ങൾക്ക് വമ്പം വിജയം നേടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ എടുക്കാം.